നമുക്കിന്നുണ്ടല്ലോ ചെറിയ മത്തി വെച്ചിട്ടേ അടിപൊളി ഒരു റെസിപ്പി നോക്കാവേ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി നാളുകളെന്ന് പറയാൻ പറ്റത്തില്ല, മാസങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ചെറിയ മത്തി. ഇതുകൊണ്ട് നമ്മൾ പലതരം ഐറ്റംസൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വെറൈറ്റി സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിന്ന് 1/2 കിലോ ചെറിയ മത്തി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി തലയും വാലും എല്ലാം കളഞ്ഞ് നന്നായിട്ട് ആഴത്തിൽ തന്നെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒത്തിരി പൊടികളൊന്നും ചേർക്കണ്ട, ഇത് മാത്രം മതി. എന്നിട്ട് ഇത് പെരട്ടിയ ഉടൻ തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഓരോന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് മൊരിച്ചെടുക്കണ്ട, ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയേ. അപ്പോൾ 2 സൈഡും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെയെല്ലാം നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ആ ഭാഗം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാവേ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, പക്ഷേ കഴിക്കരുത്. കുറച്ച് പരിപാടി കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. അപ്പം ഞാൻ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള, വലിയ സവാളയുണ്ട്, 1 എടുത്തിട്ടുണ്ട്. ചെറുതാണ് എടുക്കുന്നെങ്കിൽ 2 എടുക്കുക. എന്നിട്ടൊന്ന് അധികം കനത്തിനല്ലാതെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നെടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത സമയത്ത് ചേർത്ത് കൊടുത്തതാണ്, അതൊക്കെ നോക്കിയിട്ട് വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി 1 സ്പൂൺ, കാശ്മീരി ചില്ലി 1 സ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നന്നായിട്ട് പഴുത്ത തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരെണ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ട് വരണം. അപ്പോൾ മൂടി വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. ഇതിപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് നിരത്തി വയ്ക്കുക. എന്നിട്ട് നമ്മളിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിലെ മസാലകളെല്ലാം ഈ മീനിൻ്റെ പുറത്തേക്ക് നമ്മളൊന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കണം. അപ്പം മീൻ ഒട്ടും ഉടഞ്ഞു പോകാതെ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മീനെല്ലാം ഈ മസാല കൊണ്ടൊന്ന് പൊതിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പിഴിപുളിയില്ലേ, അത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ കുതിർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചിട്ട് ചുറ്റിനും നടുക്കുമൊക്കെ ആകുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട, നമ്മൾ ഇതൊട്ടും വെള്ളം ഇല്ലാതെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ പുളി വെള്ളം ചെന്ന് നന്നായിട്ടൊന്ന് തിളച്ച്, അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. നമ്മളിത് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രാവശ്യം നമ്മൾ ഇളക്കിയൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇങ്ങനെ കുടഞ്ഞ് കൊടുത്ത് കുക്ക് ചെയ്തിട്ടെടുക്കുക. സ്പൂണിട്ട് എന്നൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഈ മസാലയിൽ ആ മീനൊക്കെ ഒന്ന് പിടിച്ച് ആ പുളിയൊക്കെ മീനിലാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളുമാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ മീനും കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചാൽ അടിപൊളിയാണ്. എല്ലാവർക്കും പൊതുവെ കഴിക്കാൻ പറ്റുന്ന ഒരു മീനും കൂടെയാണ് നമ്മുടെ ഈ ചെറിയ മത്തി. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാവർക്കും ചെറിയ മത്തിയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യം കാണുന്നവർ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്